ഈ മുസ്ലിങ്ങളുടെ വോട്ട് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും ആഗ്രഹവും ഒരുതരം ആർത്തിയുമായിരുന്നു. പ്രത്യേകിച്ച് മലബാറിൽ അവിടെ ചൂടുറപ്പിക്കാൻ മുസ്ലിങ്ങളുടെ വോട്ട് അത്യാവശ്യമാണെന്ന് സി പി എം നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. മലബാർ പിടിച്ചാൽ മാത്രമേ കേരളം മുഴുവൻ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവർ ആദ്യം ചെയ്തത് ലീഗിനെ കൂടെ, ലീഗ് അന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, അതിനെ കൂടെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരിക. 1967 അവരങ്ങനെ ചെയ്തു. സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സി പി ഒക്കെ അടങ്ങുന്ന ഒരു സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിലെ ഒരു പ്രധാന കക്ഷിയായിട്ട് അവർ ലീഗിനെ ചേർത്ത് കൊണ്ടു. അതിലവർക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ലാക്ക്. അതൊരു തരം ദുഷ്ടലാക്കായിരുന്നു. അതായത് ലീഗിൻ്റെ അണികളിൽ ഒരു വലിയ വിഭാഗം അടിസ്ഥാന വർഗത്തിൽ പെടുന്നവരാണ്. തൊഴിലാളികളുണ്ട്, ചെറു തൊഴിലുകളും ചെറു കച്ചവടവും നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്, കൃഷിക്കാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇൻട്രോഡ്സ് ഉണ്ടാക്കുക, ഉള്ളിലേക്ക് കടന്നു ചെല്ലുക, അവരെ സ്വാധീനിക്കുക, ആ ഒരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഈ മുന്നണിയിലേക്ക് ലീഗിനെ കൊണ്ടുവന്നത്. ലീഗ് മുന്നണിയിലേക്ക് വരുമ്പോൾ ലീഗിൻ്റെ വോട്ട് കിട്ടും. ഒപ്പം തന്നെ ലീഗിനുള്ളിലേക്കും കൂടെ കടക്കാനുള്ളൊരു തന്ത്രം അന്ന് സി പി എം ആവിഷ്കരിച്ചു. അതാണ് അവർ നടപ്പാക്കാൻ ശ്രമിച്ചത്. പക്ഷേ 67 സർക്കാർ പൊളിഞ്ഞു. അതോടുകൂടി തന്നെ ആ ഒരു തന്ത്രത്തിന് വലിയ സാധ്യതകളില്ലാതെ പോയി. പിന്നീട് ബാബരി മസ്ജിദ് തകർന്ന സംഭവം, അതിനുശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ കലക്കമുണ്ടായി. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും, കേരളത്തിലും അത് സംഭവിച്ചു. അത് മുതലെടുത്തുകൊണ്ട് അന്ന് മുസ്ലിം സമൂഹത്തിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ വളർന്നു വന്നു. അതായത് ലീഗ് അന്നെടുത്ത നിലപാടിൽ എതിർപ്പുള്ള, പ്രതിഷേധമുള്ള ആളുകൾ, ഇബ്രാഹിം സുലൈമാൻ സേട്ട് അടക്കമുള്ള ആളുകൾ. അന്നിവരെന്ത് ചെയ്തു? ഇവരെ കൂടെ നിർത്തി. INL പരസ്യമായിട്ട് ചേർത്ത് നിർത്തി. PDP-യുമായിട്ട് രഹസ്യ ബന്ധങ്ങളുണ്ടാക്കി. അതിതീവ്ര മനോഭാവം പ്രകടിപ്പിച്ചിരുന്ന ചില സംഘടനകളുമായിട്ടും അവർ രഹസ്യ ബാന്ധവത്തിൽ ഏർപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു. ഈ ബാബരി മസ്ജിദ് വീണതോടുകൂടിയാണ് RSS എന്ന് പറയുന്ന ഒരു ഭീഷണി ഉയർത്തിക്കാട്ടി മുസ്ലിങ്ങളെ സ്വന്തം വരുതിയിലാക്കാനുള്ള ശ്രമം CPM തുടങ്ങിയത്. അത് കാണിച്ച് പീഡിപ്പിക്കുക. അതാ RSS വരുന്നു, RSS വരുന്നു. RSS ബലപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് സഹായത്തിന്, നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു നറേറ്റീവ് വളരെ സമർത്ഥമായിട്ട് CPM പ്രചരിപ്പിച്ചു. അതിന് ധാരാളം പേര് സത്യം പറഞ്ഞാൽ വീഴുകയും ചെയ്തു. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ CPM-ൻ്റെ പരാജയ കാരണങ്ങളൊന്നായിട്ട് പാർട്ടി തന്നെ വിലയിരുത്തിയത് അതായിരുന്നു. അതായത് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതുകൊണ്ടാണ് തോറ്റുപോയതെന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായ ചർച്ച ഉണ്ടായതാണ്. പൗരത്വ നിയമ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഛേദം സംഭവിച്ചു എന്നായിരുന്നു ആ കണ്ടെത്തൽ. അപ്പോഴും അവർ മുസ്ലിം വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്ന തന്ത്രമാണ് ആവിഷ്കരിച്ചത്. അവിടെ അവർ ഉയർത്തിക്കാട്ടിയത് RSS വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിതാ എല്ലാം പൊളിഞ്ഞു തകർന്ന് വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ADGP, ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ, RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയെ ഹൊസബാളയുമായി രഹസ്യ ചർച്ച നടത്തി. അദ്ദേഹം തന്നെ സമ്മതിച്ചു, അത് തെളിഞ്ഞിരിക്കുന്നു. ഹൊസബാളയുമായി മാത്രമല്ല, രാം മാധവ് എന്ന് പറയുന്ന മറ്റൊരു ഉന്നത നേതാവുമായും ഇദ്ദേഹം രഹസ്യ സംഭാഷണങ്ങൾ നടത്തി. ഇത് പുറത്തു കൊണ്ടുവരുന്നത് ADGPയുടെ രഹസ്യ കൂടിക്കാഴ്ചകളല്ല. CPM-ന് അല്ലെങ്കിൽ പിണറായി വിജയന് RSS-യുമായും അതുപോലെ തന്നെ BJP-യുമായുള്ള രഹസ്യ ധാരണകളാണ്. ഇതോടെ RSS എന്ന് ഉമ്മാക്കി കാട്ടി, അല്ലെങ്കിൽ RSS വരുന്നേ ഞങ്ങളുടെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാം എന്ന
ഭൂതി ഇപ്പോൾ അസ്ഥാനത്താവുകയാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുറത്തു കൊണ്ടുവന്ന ഈ ADGP RSS നേതാവ് കൂടിക്കാഴ്ചയിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതായത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ RSSനെ കാട്ടി ഇനി മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരുടെയും വോട്ട് നേടാം എന്ന ഭൂതി മനസ്സിൽ വച്ചാൽ മതി എന്നുള്ളത്. ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ രക്ഷകൻ എന്ന് അവകാശപ്പെട്ട് വന്നിട്ട് വലിയ പ്രയോജനമില്ല എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം CPM ഉപയോഗിച്ചിരുന്നത് മുസ്ലിം രക്ഷക വേഷം അണിയാനാണ്. രസകരമായൊരു കഥ ഓർക്കുന്നത്, തലശ്ശേരി കലാപകാലത്ത് മുസ്ലിം ദേവാലയം സംരക്ഷിക്കാൻ പോയി രക്തസാക്ഷിയായ ഒരു CPM പ്രവർത്തകനെക്കുറിച്ച് CPMകാർ പറഞ്ഞു വരുത്തിയ കഥയാണ്. അദ്ദേഹം ഒരു കള്ളിഷാപ്പിൽ വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ് മരിച്ചതെന്ന് കോൺഗ്രസ് MLA ആയിരുന്ന PT തോമസ് നിയമസഭയിൽ പ്രസംഗിച്ചതും പിണറായി വിജയൻ അതിനെ വളരെ രൂക്ഷമായി പ്രതികരിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. കിട്ടുന്ന ഓരോ അവസരങ്ങളും, അതായത് ദേശീയ തലത്തിൽ പരസ്പരം അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന കോൺഗ്രസും BJPയും കേരളത്തിൽ CPMകാർ പറഞ്ഞു വരുത്തിയത് കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യ ധാരണയാണെന്നാണ്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ഓർക്കണം. ഇതിലൊക്കെ കുറച്ച് പേര് വീണു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒപ്പം നിന്നാലും കോൺഗ്രസിനെ സഹായിച്ചാലും സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ മുസ്ലിങ്ങൾ CPMനൊപ്പം നിൽക്കണം എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ CPM വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. ആ നറേറ്റീവൊക്കെ ഇപ്പോൾ ഇല്ലാതാവുകയാണ്. പുറത്തു വന്നിരിക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല. CPMും RSSും തമ്മിൽ BJPയും തമ്മിലുള്ള ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള രഹസ്യ ധാരണകളും സമ്പർക്കങ്ങളുമാണ്. പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് അജിത് കുമാർ ഒസവാളയെ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് പിണറായി വിജയനെ അറിയാം. ഇവിടെ എങ്ങനെയാണ് ഭരണം നടക്കുന്നത് എന്നറിയാം. ആര് പറയുന്നതാണ് കേരളത്തിൽ നടക്കുക എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ എല്ലാവരും ഇരട്ടച്ചങ്കൻ എന്നാണല്ലോ വിളിക്കുന്നത്, അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ള സമ്മതമില്ലാതെ ഒരു ADGP തൃശ്ശൂരിൽ ചെന്ന് RSSൻ്റെ ഒരു ഉന്നത നേതാവുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തുമോ? അങ്ങനെയൊരു സ്വകാര്യ കൂടിക്കാഴ്ച സാധ്യമാണോ? നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അഥവാ ഇൻ്റലിജൻസ് വിഭാഗം സർവ്വതാ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമ്മുടെ അജിത് കുമാർ ADGP. അദ്ദേഹം എവിടെ പോകുന്നു, ആരെ കാണുന്നു, ഇതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പം അറിയുന്നുണ്ട്, അപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ADGP ഇൻ്റലിജൻസ് മനോജ് എബ്രഹാം ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിച്ചില്ല എന്നുണ്ടോ? അങ്ങനെ ചെയ്യാതിരിക്കില്ലല്ലോ. പിറ്റേന്ന് തന്നെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ എടുത്തില്ല? അത്തരം ഒരാളെ പിന്നീട് ADGP ക്രമസമാധാന ചുമതല നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി ആയ ഉടനെ പിണറായി വിജയൻ എങ്ങനെയാണ് TP സെൻകുമാറിനെ കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം DGP ആയിരുന്നു. DGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. അതിലൊന്നും തെറ്റില്ല. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ അവർക്ക് പറ്റിയ ആളുകളെ തന്നെ DGP ആയിട്ടോ ചീഫ് സെക്രട്ടറി ആയിട്ടോ വെക്കുന്നതിലൊന്നും ആരും തെറ്റു പറയില്ല. പക്ഷേ അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹത്തിന് RSS ചായ്വുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടത് നിയമസഭയിൽ ചർച്ചയായപ്പോൾ പിണറായി വിജയൻ വളരെ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ RSSുമായിട്ട് ചേർന്നാണ്, അല്ലെങ്കിൽ BJPയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒരു DGPയെ മാറ്റാൻ തയ്യാറായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരാളുമായിട്ടല്ല 2 നേതാക്കളുമായി ഈ ADGP സമ്പർക്കം പുലർത്തിയതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തെ നിലനിർത്തുക? ഇതോടെ നമ്മുടെ പല സംശയങ്ങളും തീർന്നു വരികയാണ്. അതാണ് ചില പ്രയോജനങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ലാവ്ലിൻ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. 38 തവണയാണ് മാറ്റിവെച്ചത്. 7 വർഷമായിട്ട് CBI കൊടുത്ത അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്.
CBIയുടെ അപ്പീലും അതുപോലെ ലാവ്ലിൻ കേസിൽ വിചാരണ നേരിടുന്ന 2-3 പ്രതികൾ നൽകിയ ഹർജിയും അത് 38 തവണ മാറ്റിവെച്ചു. 2017 ഡിസംബറിൽ കൊടുത്ത കേസാണ്. മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും CBIയുടെ അഭിഭാഷകൻ വന്നില്ല, അല്ലെങ്കിൽ കേസ് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങളാൽ അത് മാറ്റിവെക്കുക. CBI ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലല്ലേ. അപ്പോൾ കേന്ദ്ര സർക്കാർ അറിയാതെ ഈ വളരെ പ്രമാദമായ കേസ് ഇങ്ങനെ മാറ്റിവെക്കുമോ? ഈ കേസിന്മേലൊരു വിധി വന്നാൽ അത് പിണറായി വിജയൻ അനുകൂലമല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലാവ്ലിൻ കേസിൻ്റെ പ്രതികളുടെ കൂട്ടത്തിൽ നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കിയതിനെതിരായിട്ടുള്ള പെറ്റീഷനാണിപ്പോൾ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നത്, അവരുടെ മുമ്പിലുള്ളത്. അത് ശരിയായില്ല എന്നും പിണറായി വിജയനും ഈ കേസിൽ വിചാരണ നേരിടട്ടെ എന്നും സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ പിണറായിക്ക് ഒരു നിമിഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റില്ല, രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ എന്തോ അന്തർധാരയുടെ പുറത്തല്ലെങ്കിൽ ഇങ്ങനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസ് 38 തവണ നീട്ടിവെക്കുമോ? എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസാണ്. അത് SFIO എന്ന് പറയുന്ന ഒരു ഏജൻസി അന്വേഷണം ആരംഭിച്ചതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. അതിനുശേഷം SFIയുടെ അന്വേഷണം ഇങ്ങനെ ആമയുടെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കൊടകര കുഴൽപ്പണ കേസ് 3.5 കോടി രൂപയാണ് അവിടെ ഈ സ്വർണം പൊട്ടിക്കുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയത്. BJPക്ക് വേണ്ടി കർണാടകയിൽ നിന്ന് വന്ന പണമാണ്. ആ കേസ് എന്തായി? 3.5 വർഷമായി ആ സംഭവം നടന്നിട്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് BJPയാണ്. കേരള പോലീസാണ് അന്വേഷിച്ചത്. ആദായ നികുതി എന്താ പറഞ്ഞത്? ഇതുവരെ അവിടെ കള്ളപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം പിടിച്ചു എന്നുള്ള വിവരം കേരള പോലീസ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. കേരള പോലീസ് പറഞ്ഞു ഞങ്ങൾ 2 തവണ അറിയിച്ചെന്ന്. പറഞ്ഞല്ലോ, ഈ കേസിൽ പ്രതിസ്ഥാനത്തിരിക്കുന്ന BJP അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് പിണറായി വിജയൻ്റെ പോലീസ്, കേരള പോലീസ്. ഏറ്റവും അവസാനം പൂരം കലക്കൽ കൊണ്ട് എന്താ സംഭവിച്ചത്? അതിൻ്റെ രാഷ്ട്രീയ ഫലം എന്തായിരുന്നു? ഈ തൃശ്ശൂരിലെ മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾ വളരെ പാവനമായിട്ട് കരുതുന്ന ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനെയാണ് തകർത്ത് കളഞ്ഞത്. അത് ഹൈന്ദവരുടെ മാത്രം ഒരു ആഘോഷമല്ല, മുഴുവൻ തൃശ്ശൂരുകാരെ, തൃശ്ശൂരിനൊരു ചുറ്റുവട്ടത്തുള്ളവർ എല്ലാവരും ആസ്വദിക്കുന്നതാണ് പൂരം. അത് കലക്കി കളഞ്ഞു. ആർക്ക് വേണ്ടിയാണ്? അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടത്തുന്ന ആരാ? MR അജിത് കുമാർ, ADGP. അദ്ദേഹമാണ് ഇത് കലക്കിയതെന്നാണ് CPI അടക്കമുള്ളവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അൻവർ പറയുന്നത്, CPMൻ്റെ MLA പറയുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് എവിടെ? അത് പുറത്തുവിടണമെന്ന് CPI ആവശ്യപ്പെട്ടല്ലോ. എന്നിട്ടെന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ ഈ അന്തർധാര കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പല ചലനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ADGPയും ഹൊസബോളയും പിന്നെ രാംമാധവും ഒക്കെയായി നടത്തിയ രഹസ്യ സംഭാഷണങ്ങളുടെ വിവരം പുറത്തു വരുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകൻ ചമയയും മറുഭാഗത്ത് CPM RSS ഭായി എന്ന് പറയുകയുമായിരുന്നു. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ADGPയെ മൂക്കിലിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നൊക്കെ. അപ്പോൾ വേണമെങ്കിൽ അൻവറിന് വിക്കറ്റ് നമ്പർ 2 വീണു എന്ന് ഒരു ഫേസ്ബുക്ക് ഇടാം എന്നതിനപ്പുറത്ത് എന്താണ് പ്രയോജനം? നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞില്ലേ? ഇനിയും ഒരു നടപടിയെടുത്തിട്ട് എന്തു കാര്യം? പൂച്ച പുറത്ത് ചാടിക്കഴിഞ്ഞു. CPM RSS ബന്ധം മറനീക്കി പുറത്തു വന്നു. എത്ര സമർത്ഥമായാണ് ഈ RSS എന്ന് പറഞ്ഞ് CPM മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ പരിപ്പ് വേവാൻ പോകുന്നില്ല, യാതൊരു സംശയവും വേണ്ട.